നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഐക്യരാഷ്ട്ര സുരക്ഷാ സഭയിൽ ഭാരതത്തിന് സ്ഥിരാംഗത്വം നൽകണമെന്ന് ഫ്രാൻസ്. പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. സഭയിലുണ്ടാകണമെന്ന് BJP MPമാർക്ക് വിപ്പ്. നിലപാടിലുറച്ച് KCBCയും CBCയും. കോൺഗ്രസിനും CPMനും മുന്നറിയിപ്പുമായി ദീപിക മുഖപ്രസംഗം. ഭേദഗതി ബില്ല് പാസാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിക്ക് പോയത് ആശമാരുടെ സമരം തീർക്കാൻ കൃത്യമായ പദ്ധതിയില്ലാതെ. JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് മാത്രം. ഇൻസെൻറ്റീവ് വർധന പരിഗണനയിലെന്ന് കൂടിക്കാഴ്ചയിൽ JP നദ്ദ. വീണ ജോർജ് ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ. രാജ്യത്തെ വാണിജ്യ സിലിണ്ടറിന് വില കുറച്ച് കേന്ദ്ര സർക്കാർ. 19 കിലോ സിലിണ്ടറിന് കുറഞ്ഞത് 41 രൂപ. ഗാർഹിക LPG സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല. ചൈനയെ പ്രീതിപ്പെടുത്താൻ വിഭജന ഭീഷണിയുമായി മുഹമ്മദ് യൂനുസ്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ സാമ്പത്തിക ഇടനാഴിക്ക് വഴിയൊരുക്കാമെന്ന് ചൈനയ്ക്ക് വാഗ്ദാനം. ചൈന വാഗ്ദാനത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. തിരിച്ചടിച്ച് ഹിമന്ത ബിശ്വ ശർമ്മ. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരരെ വളഞ്ഞ് സുരക്ഷാസേന. ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ തുടരുന്നു. ഭീകരവാദം തുടച്ചു നീക്കുന്നതുവരെ ഓപ്പറേഷൻ സഫിയാൻ തുടരുമെന്ന് പോലീസ്. അമേരിക്ക ആക്രമിച്ചാൽ ആണവായുധങ്ങളുമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. ഇറാന്റെ ഭീഷണി ആണവ സമ്പുഷ്ടീകരണം നിർത്തിയില്ലെങ്കിൽ സൈനിക നടപടിയെന്ന അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെ. യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് റഷ്യ. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് JDU ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വ്യക്തമാക്കി. KCBCയും CBCയും ബില്ലിനെ അനുകൂലിച്ച് പരസ്യമായി രംഗത്തെത്തിയത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു നാളെ ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുൻപോട്ട് വെച്ച 14 ശുപാർശകൾ കൂടി ഉൾക്കൊണ്ടായിരിക്കും ബില്ല് തയ്യാറാക്കിയത്. ബില്ലിനെ JDU പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും JDUവിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കേന്ദ്രമന്ത്രിയും JDU നേതാവുമായ രാജീവ് രഞ്ജൻ സിംഗ് വ്യക്തമാക്കി. വഖഫ് ബില്ലിനെ JDU ഉൾപ്പെടെ BJPയുടെ ഘടകകക്ഷികൾ തന്നെ എതിർക്കുമെന്ന പ്രചാരണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. कांग्रेस पार्टी के सर्टिफिकेट की कोई जरूरत नहीं है. वो अपने गिरेबान में झांक के देखें. कितना साल इस देश में शासन किए, बिहार में कितना साल शासन किए, मुसलमानों के लिए क्या किया उन्होंने, उसका भी तो बताएं. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നതാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശമെന്നും വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു, സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ തുടങ്ങിയവർ വ്യക്തമാക്കി. അതേസമയം സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് KCBCയും CBCയും മുനമ്പം സമരസമിതിയും ഉൾപ്പെടെ ആഹ്വാനം ചെയ്തത് കോൺഗ്രസ് അംഗങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നിലവിൽ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും CBCI വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. വഖഫ് നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായെന്ന് ദീപിക ദിനപത്രം. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണ്.
നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ബില്ല് പാസ്സാകുമോ എന്നത് വേറെ വിഷയമാണ്. പക്ഷേ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കും. മതേതര തലമുറയോട് കണക്ക് പറയേണ്ട ചരിത്രമെന്ന് ദീപികയുടെ മുഖപ്രസംഗം. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണെന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള CPM, കോൺഗ്രസ് MP-മാർ അനുകൂല നിലപാട് എടുക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി. നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ബില്ല് പാസ്സാകുമോ എന്നത് വേറെ വിഷയമാണ്. പക്ഷേ പിന്തുണച്ചില്ലെങ്കിൽ കേരളത്തിലെ MP-മാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കും. മതേതര തലമുറയോട് കണക്ക് പറയേണ്ട ചരിത്രമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയെയല്ല വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചു കൊള്ളണം. 40-ാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത്. വഖഫ് നിയമം ആ കുടുംബത്തിലെ പ്രകാശം കെടുത്തിക്കളഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് വസ്തു വിൽപ്പന നടത്തിയ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റും വാങ്ങിയ മുനമ്പം നിവാസികളും ആണയിട്ട് പറഞ്ഞിട്ടും അവകാശമുന്നയിക്കാൻ ബോർഡിന് കഴിയുന്നത് ഈ നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് വഖഫ് സംരക്ഷണ വേദി പോലുള്ള ബിനാമി സംഘടനകൾക്ക് മുനമ്പൻ നിവാസികളെ ദ്രോഹിക്കാൻ കോടതിയിൽ ഹർജി സമർപ്പിക്കാനും കഴിയുന്നത്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ജനങ്ങളെ സഹായിക്കുമെന്ന് മുനമ്പത്തെത്തി പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് മുഖപ്രസംഗം പറയുന്നു. ചില സമുദായങ്ങളുടെ വോട്ട് പരമ്പരാഗതമായി തങ്ങൾക്കുള്ളതാണെന്നും മറ്റു ചിലരുടേത് കാലാകാലങ്ങളിൽ പരിഗണിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്നുമുള്ള ധാരണയാകാം കോൺഗ്രസിന്റെയും CPM-ന്റെയും സമ്മർദ്ദം. അതെന്തായാലും വഖഫ് ചെരുപ്പിനൊപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ വെട്ടിവെട്ടി മുടിപ്പിക്കരുതെന്ന് ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. വഖഫ് നിയമ ഭേദഗതിയെ MP-മാർ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട് KCBC രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ദീപികയുടെ മുഖപ്രസംഗം. ജനം, കൊച്ചി. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും സ്വത്ത് തട്ടിയെടുക്കുന്നതിനും വേണ്ടി മാത്രമാണ് വഖഫ് ബോർഡുകൾ നിലകൊള്ളുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വഖഫ് ബോർഡ് ഇന്നുവരെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. സർക്കാർ സ്വത്ത് വരെ പിടിച്ചെടുക്കാനുള്ള മാധ്യമമായി വഖഫ് ബോർഡ് മാറി. മുസ്ലിമുകൾക്ക് പോലും വഖഫിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും നിസ്കരിക്കുന്നവർക്കും യോഗി മുന്നറിയിപ്പ് നൽകി. റോഡുകൾ ഗതാഗതത്തിനുള്ളതാണെന്നും നമസ്കാരത്തിനുള്ളതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മതപരമായ അച്ചടക്കം പാലിക്കുന്നതിൽ ഹിന്ദുക്കളെ മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായി വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സാധാരണക്കാരായ മുസ്ലിമുകൾക്ക് ബില്ലിനെ അനുകൂലമാണെന്നും രാഷ്ട്രീയാതീതമായി എല്ലാവരും ബില്ലിനെ അനുകൂലിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ എല്ലാ പാർട്ടികളും മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ആശയത്തിന് അതീതമായിട്ട് എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചു. വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. പല പരിഹാരങ്ങളും ഇടയിൽ വെച്ച് തടസ്സപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയ ഒരു മാർഗം ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ തന്നെ MP-മാരോടും കേരളത്തിൽ നിന്നുള്ളവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എല്ലാ ജനവിഭാഗവും ഇതിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് പാവപ്പെട്ട മുസ്ലിംസ്, അവർ ഈ ബില്ലിന് അനുകൂലമാണ്. വഖഫ് ബിൽ ഭേദഗതി ഏതെങ്കിലും വിഭാഗത്തിന് എതിരല്ലെന്നും KCBCയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബസേലിയോസ് മാർ ക്ലീമീസ് തിരുമേനിയെ അദ്ദേഹത്തിൻ്റെ വസതിയായ പട്ടം ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ KCBC ഇറക്കിയ ആ പ്രസ് റിലീസും കേരളത്തിൻ്റെ MPs-ന് വഖഫ് അമെൻമെൻറ്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനുള്ള റിക്വസ്റ്റ്, അതിന് ഞാൻ അദ്ദേഹത്തെ താങ്ക് ചെയ്തു. വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ
ഉണ്ട്. അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവരോട് അഭ്യർത്ഥിക്കുന്നു, ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു ഏത് സമുദായം, ഏത് മതത്തിൻ്റെ എഗെയിൻസ്റ്റ് ബില്ലല്ല. ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്രം. സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സംസ്ഥാനം സ്വന്തം നിലയിൽ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിച്ചില്ല. കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പിന്തുണ തേടിയതായും വീണ ജോർജ് പറഞ്ഞു. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയതായും മന്ത്രി അറിയിച്ചു. പാർലമെന്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു വീണ ജോർജ്. ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണമെന്നുള്ളതും അഭ്യർത്ഥിച്ചു. അപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അത് പരിശോധിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി S. നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നു. നന്ദൻ, ഇപ്പോൾ ഈ ആശമാരുടെ സമരം സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ളൊരു ഇടപെടലാണ് ആവശ്യമുള്ളത് എന്ന് സംബന്ധിച്ചൊരു കൃത്യതയില്ലാത്ത ഒരു ധാരണയുമായാണ് ആരോഗ്യമന്ത്രി അവിടെ എത്തിയത്, അല്ലെങ്കിൽ JP നദ്ദയെ കാണാൻ എത്തിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? എന്താണ് അവർ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ പറഞ്ഞത്? ഐസൺ, ഇന്നിപ്പോൾ പാർലമെന്റ് ഹൗസിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തി. ഈ ചർച്ച പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് കേരളം വെച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ആശമാരുടെ വിഷയമാണ്. ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി വീണ്ടും വീണ ജോർജിനെ അറിയിപ്പിച്ചു. എന്നാൽ ഇതൊരു വഴിപാട് പോലുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ പ്രത്യേകിച്ച് ഈ കേരളം ഇത്തരമൊരു വിഷയവുമായി കേന്ദ്രമന്ത്രിയെ സമീപിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കേരളത്തിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാതെയാണ് ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ സമീപിച്ചത് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കേസ് അല്ലെങ്കിൽ ആശമാരുടെ വിഷയം ഇതിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സമരമുഖത്തേക്ക് കടന്നു ചെന്ന് ആശമാരുടെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നേരിട്ട് കേട്ടറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഡൽഹിയിലെത്തി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം അത് കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ളത് സുരേഷ് ഗോപിയെ ധരിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി ആവർത്തിച്ചത്. സുരേഷ് ഗോപി ഈ വിഷയം തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ ഇന്ത്യയിൽ ആകമാനമുള്ള ആശമാരെ ബാധിക്കുന്ന വിഷയമായതിനാൽ തന്നെ ഇത് കൃത്യമായി തന്നെ കേന്ദ്രം പഠിക്കുകയാണെന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം കേന്ദ്രത്തിൻ്റെ പരിഗണനയിലാണ് എന്നുള്ള കാര്യവും ഇന്നിപ്പോൾ വീണ ജോർജിന് മുന്നിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനൊപ്പം തന്നെ കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയും ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തി. ഈ വിഷയത്തിലും കേന്ദ്രം പോസിറ്റീവായ ഒരു മറുപടിയാണ് നൽകിയത് എന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. എയിംസുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ, കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. എയിംസ് ഉടൻ തന്നെ കേരളത്തിന് അനുവദിക്കുമെന്നാണ് JP നദ്ദ വ്യക്തമാക്കിയത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ട നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള കാര്യവും JP നദ്ദ വ്യക്തമാക്കിയതായി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഓൺലൈൻ ഡ്രഗ് വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ജിമ്മിലും മറ്റും വിതരണം ചെയ്യുന്ന സ്റ്റെറോയിഡുകൾ അത് ഓൺലൈനായി ലഭിക്കുന്നു. ഡ്രഗ് കൺട്രോൾ നടത്തിയ പരിശോധനയിൽ ഇത് വ്യാപകമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മുന്നിലേക്ക് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വെച്ചിട്ടുള്ളത്. ഈ 4 വിഷയങ്ങളിലും പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഐസൺ.
നന്ദൻ, ഈ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ കൃത്യമായ എന്തെങ്കിലും നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി മെഡിക്കൽ കോളേജിൻ്റെ കാസർഗോഡായാലും അതുപോലെ തന്നെ വയനാടായാലും മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ ചിലയിടത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഭൂമി പോലും ഏറ്റെടുക്കുന്നതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ അതിൽ കാര്യമായൊരു മുന്നേറ്റം നടത്താൻ കേരള സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായൊരു നീക്കം നടത്താമെന്നൊരു വാഗ്ദാനം കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? പിന്തുണ കേന്ദ്രത്തിൻ്റേത് ആവശ്യമുണ്ട്, അത് അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാമെന്ന നിലപാട് അല്ലെങ്കിൽ അത് നടത്തിയിട്ടുണ്ട് എന്ന നിലപാട് അവർ അറിയിക്കുകയുണ്ടായോ? ഇതുമായി ബന്ധപ്പെട്ട് കേരളമാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതായത് പുതിയതായി 2 മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും വയനാടും, പ്രത്യേകിച്ച് കാസർഗോട്ടെ എൻഡോസൾഫാൻ അതിജീവിതക്കുള്ള അവർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. കാസർഗോഡ് മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ വയനാട് വനമേഖല, ഒപ്പം തന്നെ വനവാസി വിഭാഗങ്ങൾ ധാരാളമായി വസിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഈ 2 സ്ഥലങ്ങളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നടത്തിയ ചർച്ചയിലും അതേ അനുകൂല നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഈ 2 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുമ്പോൾ അവിടേക്ക് വേണ്ട അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും അവരുടെ ശമ്പളം അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ കേരളം പലതവണ ചർച്ചകൾ നടത്തിയിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടായിട്ടും അതിൽ പ്രായോഗികമായ ഒരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഈ ചർച്ചയിൽ തീരുമാനമായി. അതിനും അനുകൂലമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് വീണ ജോർജ് വ്യക്തമാക്കിയത്. അതേസമയം അവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നു. അതായത് അധികമായി ഒരു 100 സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ അധ്യാപക അനധ്യാപിക തസ്തികൾ നികത്തേണ്ടിയിരിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ഒരു മെല്ലപ്പോക്ക് നയത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ നിലപാടാണ്. പ്രത്യേകിച്ച് കാസർഗോഡും വയനാടും പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ഒരു നിലപാട് അത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ അതേ നിലപാട് തന്നെ ആവർത്തിച്ചു. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും സംസ്ഥാനത്തിന് പ്രത്യേകമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിച്ച് വ്യക്തമാക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ശരി നന്ദൻ. ഇനി വീണ ജോർജ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ സംസ്ഥാനം ഇതിന് ആനുപാതികമായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്നാണ് വീണ ജോർജ് പറയുന്നത്. ഇത് ആശാ വർക്കർമാരുടെ കണ്ണിൽ പൊടിയിടാനാണ്. സംസ്ഥാനം സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതെന്ന വീണ ജോർജിൻ്റെ വാദം എട്ടുകാലി മമ്മൂഞ്ഞ് ചമയലാണെന്നും അവർ പറഞ്ഞു. ആശമാർക്കുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണ് സംസ്ഥാനം ചെയ്യേണ്ടത്. അതിനെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കേന്ദ്രം വർദ്ധിപ്പിച്ച ആനുകൂല്യത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും ശോഭാ സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില കുറച്ചു. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 41 രൂപയാണ് കുറച്ചത്. 1803 രൂപയിൽ നിന്ന് 1762 രൂപയാണ് കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില. അതേസമയം ഗാർഹിക LPG സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല. ഭാരതത്തിന് സ്ഥിരാംഗത്വം നൽകി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസ്. ഏപ്രിൽ മാസത്തെ UN സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷമാണ് ഫ്രാൻസിൻ്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ UN സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വത്തിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം ഭാരതം മുന്നോട്ട് വച്ചിരുന്നു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇരു നേതാക്കളും അന്നത്തെ കൂടിക്കാഴ്ചയിൽ തീരുമാനിക്കുകയും ചെയ്തു. വിഭജന ഭീഷണിയുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ തലവൻ മുഹമ്മദ് യൂനുസ്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിലേക്ക് നയിക്കാനുള്ള ഗേറ്റ് വേ ആയി ചൈനയ്ക്ക് ബംഗ്ലാദേശിനെ ഉപയോഗിക്കാമെന്ന യൂനുസിൻ്റെ വാഗ്ദാനത്തിനെതിരെ അസം മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. യൂനുസിൻ്റെ ശ്രമം ചൈനയെ പ്രീതിപ്പെടുത്താനാണെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു. യൂനുസിൻ്റെ പ്രസ്താവന പ്രകോപനപരമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു.
4 ദിവസത്തെ ചൈന സന്ദർശനത്തിനിടെയായിരുന്നു മുഹമ്മദ് യൂനിസിന്റെ വിവാദ പ്രസ്താവന. ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ 7 സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്നും ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഇവിടേക്ക് വിപുലീകരിക്കാൻ ബംഗ്ലാദേശിന്റെ കടൽ മേഖല ഉപയോഗിക്കാമെന്നും മുഹമ്മദ് യൂനിസ് പ്രതികരിച്ചു. കാര്യമായ ഒരു വികസനവും എത്തിയിട്ടില്ലാത്ത പ്രദേശമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെന്നും യൂനിസ് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം മുഹമ്മദ് യൂനിസിനെ രൂക്ഷമായി വിമർശിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി. ചൈനീസ് വിധേയത്വം മൂലമാണ് യൂനിസ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ എക്സിൽ കുറിച്ചു. ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയ്ക്ക് മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് യൂനിസിന്റെ ഇത്തരം പ്രസ്താവനകൾ. ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഹിന്ദു വിരുദ്ധ ഭാരതവിരുദ്ധ കലാപത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയാണെന്ന വാദങ്ങളെ ശരിവെക്കുന്നതാണ് മുഹമ്മദ് യൂനിസിന്റെ പ്രസ്താവന. യൂനിസിന്റെ ബീജിംഗ് സന്ദർശനത്തിനിടെ വിവിധ ധാരണാപത്രങ്ങളിൽ ചൈനയും ബംഗ്ലാദേശും ഒപ്പുവെച്ചു. ജനം, ഡൽഹി. അമേരിക്ക ആക്രമിച്ചാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി റാജാനിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെച്ചില്ലെങ്കിൽ സൈനിക നടപടിക്ക് ഇറാനെതിരെ ഇന്നലെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. 60% ശുദ്ധമായ യുറേനിയം സംസ്കരിക്കാനുള്ള നീക്കം ഇറാൻ നടത്തുന്നതായി അമേരിക്ക അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയത്തെ ആണവയുദ്ധത്തിന് പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഭീകര സ്വഭാവമുള്ള ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ വൻതോതിൽ ആണവായുധ പോർമുന ഉണ്ടാക്കുന്നത് ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് ശക്തമാകാൻ കാരണമാകും. അക്കാരണത്താൽ തന്നെ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പിന്തിരിയണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും ട്രംപ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കുന്ന സംവിധാനം നിർത്തിവെച്ചില്ലെങ്കിൽ കടുത്ത ആക്രമണത്തെ നേരിടാൻ ഒരുങ്ങുക എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിന് മറുപടിയായാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാറിജാനിയുടെ ഭീഷണി. അമേരിക്കയുടെ ആക്രമണമുണ്ടായാൽ നിലവിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കും. അമേരിക്കൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ആയുധം അതുമാത്രമെന്നും ഇറാൻ പറയുന്നു. ഇറാന് ചുറ്റും 50,000-ഓളം അമേരിക്കൻ സൈനികർ വിവിധ ഇടങ്ങളിലായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. പല ദൗത്യങ്ങളുടെ ഭാഗമായാണ് സേനാ വിന്യാസം നടന്നിട്ടുള്ളത്. അതേസമയം നേരിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആണവ സമ്പുഷ്ടീകരണം ഇറാൻ തുടരുകയുമാണ്. സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമായാൽ ഇറാന് അത് വൻ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് റഷ്യ. റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തോടുള്ള നിലപാടുകളെ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അധിക താരിഫ് റഷ്യയ്ക്ക് ചുമത്തുന്നതുൾപ്പെടെ ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. പുടിൻ ട്രംപുമായി സംസാരിക്കാൻ തയ്യാറെന്നും ക്രെംലിൻ അറിയിച്ചു. അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ നടത്തിയത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ വൈകിയാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തും. റഷ്യയ്ക്ക് തന്നെ 25% അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് ആലോചിക്കുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈനിൽ UN നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് അതത് രാജ്യങ്ങളുടെ ഭരണഘടന പ്രകാരമാണ് നടത്തേണ്ടതെന്നായിരുന്നു അമേരിക്കയുടെ മറുപടി. മാത്രമല്ല, സമാധാന ശ്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് റഷ്യ നടത്തുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ചർച്ച തുടരാമെന്ന നിലപാടിലാണ് റഷ്യ. ആവശ്യമെങ്കിൽ അടുത്ത ആഴ്ച പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുമെന്നും ക്രെംലിൻ അറിയിച്ചു. കരിങ്കടലിൽ വെടിനിർത്താനുള്ള ധാരണ നേരത്തെ റഷ്യ അംഗീകരിച്ചിരുന്നു. അതുവഴി കരിങ്കടലിലെ 3 പ്രധാന തുറമുഖങ്ങളും യുക്രൈനിന് പ്രയോജനപ്പെടുത്താനാകും. ധാന്യ കയറ്റുമതിയിലൂടെ വൻതോതിലാണ് യുക്രൈൻ വിദേശ നാണ്യം സമ്പാദിച്ചിരുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ ഈ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു. മാത്രമല്ല, യുക്രൈനിന്റെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളെ തകർക്കില്ലെന്നും റഷ്യ ഉറപ്പു നൽകിയിട്ടുണ്ട്. സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിലും കരിങ്കടലിലെ വെടിനിർത്തൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ജമ്മു കാശ്മീർ കത്വയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ച് സുരക്ഷാസേന. കത്വയിൽ രാംകോട്ട് മേഖലയിലാണ് സംഭവം. പരിശോധനയ്ക്കിടെ ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു. 3 ഭീകരരെ വളഞ്ഞിട്ടുണ്ടെന്നും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു.
രാജ്യം രാജ്യാന്തരം സമാപിക്കുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.